നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നാനോ ടെക്നോളജീൻ്റെ ബേസിക് പ്രോപ്പർട്ടീസും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസൊക്കെയാണ്. അതുപോലെ തന്നെ നാനോ പാർട്ടിക്കിൾസും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഈസ് നാനോ റിംഗ്. നാനോ റിംഗ്സ് ആർ ഫോംഡ് ബൈ റോളിംഗ് അപ്പ് സിംഗിൾ ക്രിസ്റ്റൽസ് ZNO നാനോ ബെൽസ് ബൈ സെൽഫ് കോയിലിംഗ് പ്രോസസ്സ്. അതായത് നാനോ ബെൽസ് സിങ്ക് ഓക്സൈഡ് പോലത്തെ പാർട്ടിക്കിൾസിൻ്റെ നാനോ ബെൽസ് എടുത്തിട്ട് സെൽഫ് കോയിലിംഗ് പ്രോസസ്സ് വഴി റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ സിംഗിൾ ലെയറിൽ റോൾ ചെയ്യാം, അല്ലെങ്കിൽ ലെയർ ബൈ ലെയർ ആയിട്ട് ഒരുമിച്ച് റോൾ ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഒരു കോയിൽ പോലെ ലെയർ ബൈ ലെയർ ആയിട്ട് എന്ത് കിട്ടും? നാനോ റിങ്സ് കിട്ടും. പിന്നെ ഓരോ മെറ്റീരിയൽസിൻ്റെ നാനോ പാർട്ടിക്കിൾസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മളെന്താ ചെയ്യുന്നത്? നമുക്ക് വേണ്ട മെറ്റീരിയലിനെ ഹൈ ടെമ്പറേച്ചറിലും വാക്വത്തിൽ ഹൈ പ്രഷറിലും എന്താ ചെയ്യുന്നത്? ഇവാപ്പറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട ഏത് മെറ്റീരിയലിൻ്റെ ആണോ ആ മെറ്റീരിയലിൻ്റെ നാനോ ബെൽസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമുക്ക് അതിന് ഏതൊക്കെ മെറ്റീരിയൽ നാനോ ബെൽസ് ഉണ്ടാക്കുക? സിങ്ക് ഓക്സൈഡ്, Ln2 ZNO, Ln2O3 CDO. ഓക്കെ, ഫോർമേഷൻ ഓഫ് നാനോ റിംഗ് കോൺസിക്വൻസ് ഓഫ് മിനിമൈസിങ് ദ ടോട്ടൽ എനർജി. അതായത് നമ്മൾ നാനോ പാർട്ടിക്കിളിന് ഡിസഡ്വാൻറ്റേജ് ആയി പറഞ്ഞതാണ് എന്താണ്? അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഹൈ ആയിരിക്കും. സർഫസ് ടു വോളിയം റേഷ്യോ കൂടുതൽ സർഫസ് എനർജി എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അതുകൊണ്ട് അതൊരു മെറ്റാസ്റ്റേബിൾ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് എന്തെക്കണം? എനർജി കുറയ്ക്കണം. അപ്പം അതിൻ്റെ ഒരു പാർട്ടായിട്ട്, അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ് എന്തുണ്ടാകുന്നത്? നാനോ റിങ്സിൻ്റെ ഫോർമേഷനൊക്കെ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ആപ്ലിക്കേഷൻ യൂസ്ഡ് ആസ് സെൻസർ, റെസനേറ്റേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഫോർ നാനോ ഇലക്ട്രോണിക്സ്, ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ്. പിന്നെ സ്റ്റഡിങ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് അറ്റ് നാനോ സ്കെയിൽ, സ്റ്റഡിങ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ കപ്ലിംഗ് അറ്റ് നാനോ സ്കെയിൽ. ഓക്കെ, നമ്മൾ നാനോ പാർട്ടിക്കിൾസ്, നാനോ റിങ്, ഇനി അടുത്ത നാനോ റോഡ് വരുന്നുണ്ട്. ഇതെല്ലാം വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നും എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടീസ് പഠിക്കുന്ന പോലെ തന്നെ 2-3 ആപ്ലിക്കേഷൻസും പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ഈസ് നാനോ റോഡ്. നാനോ റോഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നാനോ റോഡ്സ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് റോഡാണ്. നാനോ റോഡ്സ് ആർ സ്ട്രെയിറ്റ്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് യൂണിഫോം ത്രൂ ഔട്ട് ആയിരിക്കും. അതിൻ്റെ റേഞ്ച് 20 to 90 നാനോമീറ്റർ ലെങ്ത്ത് 20 to 90 നാനോമീറ്റർ ഡയമീറ്ററും 5 to 10 മില്ലിമീറ്റർ ലെങ്ത്തുള്ള റോഡ്സിനെയാണ് എന്ത് പറയുന്നത്? നാനോ റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഡയമീറ്ററാണ് എന്തുള്ളത്? നാനോ സ്കെയിലുള്ളത്. ലെങ്ത്ത് എന്ന് പറയുന്നത് ലാർജ് സ്കെയിലാണ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ അനീലിംഗ് ടെമ്പറേച്ചറിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്ത് അനുസരിച്ചിട്ട് അതിൻ്റെ ലെങ്ത്തിലും ഡയമീറ്ററിലൊക്കെ എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, നാനോ റോഡ്സ് ആർ straight and having uniform diameter ranging from 20 to 90 nanometer and length from 5 to 10 millimeter depending on the annealing temperature and time. Okay, and applications on the display technology. Gold rods are useful materials for sensing and imaging etc. Okay, annealing temperature എന്താണ്? ആ മെറ്റീരിയൽ നാനോ പാർട്ടിക്കിളാക്കി മാറ്റുന്ന സമയത്ത് നമ്മൾ ഒരു ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറിൽ ഇവാപ്പറേറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ടെമ്പറേച്ചറിനെയാണ് എന്ത് പറയുന്നത്? അനീലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് നാനോ ഷെൽസ്. നാനോ ഷെൽസ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ കൺസിസ്റ്റിംഗ് ഓഫ് കോൺസെൻട്രിക് പാർട്ടിക്കിൾസ് ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ഓഫ് മെറ്റീരിയൽ ആർ കോട്ടഡ് വിത്ത് തിൻ ലെയർ ഓഫ് അനദർ മെറ്റീരിയൽ. നെക്സ്റ്റ് പറയുന്നത് നാനോ ഷെൽസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നാനോ ഷെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസെൻട്രിക് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതിന് ചുറ്റും എന്താ ചെയ്യുക ചെയ്യുന്നത്? ഒരു തിൻ ലെയർ ഓഫ് നാനോ മെറ്റീരിയലിനെ കൊണ്ട് കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഷെല്ലിനും ആ കോറിനും രണ്ട് പ്രോപ്പർട്ടീസാണ് ഉണ്ടാവുക. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ദിസ് ഈസ് ദ സിലിക്ക കോർ. സിലിക്കയാണ് എന്ത്? സിലിക്ക നാനോ പാർട്ടിക്കിളാണ് അവിടെ എന്ത് കോറായിട്ടുള്ളത്. അതിനെ നമ്മൾ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസിനെ കൊണ്ട് കോട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗോൾഡ് നാനോ ഷെല്ല് കിട്ടും. സിലിക്ക ആണ് കോറ്, ഗോൾഡാണ്. അപ്പോൾ സിലിക്കയ്ക്കും ഗോൾഡിനും എന്താണ്? രണ്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ്. ഓക്കെ, അപ്പോൾ കോർ, ഷെൽ. ഇനി ഇതിൻ്റെ ബോർഡറിൽ ഷെയർ ചെയ്യുന്ന ആറ്റംസ് ഉണ്ടാവില്ലേ? കോറിൻ്റെയും ഷെല്ലിൻ്റെയും ഇടയിലുള്ള കുറച്ച് ആറ്റംസ് ഉണ്ടാവില്ലേ? അതായത് കോർ ഷെൽ പാർട്ടിക്കിൾസ് എന്നാണ് അതിന് പറയുക. എന്താ പറയുക? കോർ ഷെൽ പാർട്ടിക്കിൾസ്. ഓക്കെ, ഇപ്പോൾ സിലിക്കയാണ് കോറ്, ഗോൾഡ് എന്താണ്? അതിൻ്റെ ഷെല്ലാണ്, കോട്ടിങ്. ആ കോട്ടിങ്ങിനാണ് എന്ത് പറയുന്നത്? ഷെല്ലെന്ന് പറയുന്നത്. ഓക്കെ,
ഷെൽ ഹാസ് ഡിസ്റ്റിങ് പ്രോപ്പർട്ടി അതർ ദാൻ കോർ. നമ്മൾ പറഞ്ഞു ഇറ്റ് മേ ബി മെറ്റൽസ് ഓർ ഓക്സൈഡ്സ്. ഗോൾഡ് മെറ്റൽ അല്ലേ, ഓക്കെ, എന്തും ആവാം. കോട്ടിംഗ് അലോ മോഡിഫിക്കേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പോൾ സിലിക്ക എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിളിൻ്റെ മോഡിഫിക്കേഷനാണ് എന്ത് ചെയ്യുന്നത്, ആ ഗോൾഡ് പാർട്ടിക്കിൾ കോട്ട് ചെയ്തിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ കോർ ഷെൽ പാർട്ടിക്കിൾസ് ആർ ഹൈലി ഫങ്ഷണൽ മെറ്റീരിയൽ. കോർ ഷെൽ പാർട്ടിക്കിൾസ് എന്താ നമ്മൾ പറഞ്ഞു, ദേ ആർ ഹൈലി ഫങ്ഷണൽ. ആ സിംഗിൾ കമ്പോണൻറ്റ്, അതായത് സിംഗിൾ സിലിക്ക എടുക്കുകയാണെങ്കിലും സിംഗിൾ ഗോൾഡ് എടുക്കുകയാണെങ്കിലും ആ പാർട്ടിക്കിളിനേക്കാളും ഇംപ്രൂവ്ഡ് പ്രോപ്പർട്ടീസ് ആയിരിക്കും എന്തിന്, ഈ കോർ ഷെൽ പാർട്ടിക്കിൾസിന്. ഓക്കെ, സിംഗിൾ കമ്പോണൻറ്റ് നാനോ പാർട്ടിക്കിൾ ഓഫ് സെയിം സൈസ്, ആ സെയിം സൈസിലുള്ള ഗോൾഡിൻ്റെ നാനോ പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ സിലിക്കൻ നാനോ പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിലോ അതിനേക്കാളും ഇംപ്രൂവ്ഡ് പ്രോപ്പർട്ടീസാണ് എന്തിനുണ്ടാവുക, ഈ കോർ ഷെൽ നാനോ പാർട്ടിക്കിൾസിന് ഉണ്ടാവുക. ഓക്കെ, ഈ നാനോ ഷെൽസ് പ്രിഫേർഡ് ഓവർ നാനോ പാർട്ടിക്കിൾ ഇൻ സർട്ടൻ ആപ്ലിക്കേഷൻ. കുറേ ആപ്ലിക്കേഷൻസിൽ എന്തുണ്ട്, നമ്മൾ നാനോ പാർട്ടിക്കിൾസിനേക്കാളും ഈ നാനോ ഷെൽസ് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ ഹൈലി ഫങ്ഷണാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതിന് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ കോർ ടു ഷെൽ റേഷ്യോ മാറുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു ഷെല്ലിൻ്റെ നോർമൽ തിക്നെസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫ്രം 1 to 20 നാനോമീറ്റർ റേഞ്ചിലാണ് എന്ത് വരുന്നത്, ഒരു കോറിൻ്റെ തിക്നെസ് ഓഫ് ദി ഷെല്ല് വരുന്നത്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് ഷെൽ മെറ്റീരിയൽസ് ഹാവിങ് തിക്നെസ് ഇൻ നാനോമീറ്റർ ബിക്കം ഹയർ വെൻ ആർ കോട്ടഡ് വിത്ത് ഡൈഇലക്ട്രിക് കോർസ് ടു അച്ചീവ് ഹൈ സർഫസ് ഏരിയ. ഹൈ സർഫസ് ഏരിയ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡൈഇലക്ട്രിക് കോറിനെ വെച്ച് കോട്ട് ചെയ്യുന്ന സമയത്ത്, കോർ ഡൈഇലക്ട്രിക് ആണെങ്കിൽ പറഞ്ഞത് ഈ ഷെല്ലിൻ്റെ മെറ്റീരിയലിന് എന്താവും, മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി കൂടും. എപ്പം നമ്മൾ അതിൻ്റെ കോർ എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് ആണെങ്കിൽ, ആ ഡൈഇലക്ട്രിക്കിൻ്റെ മേലെയാണ് നമ്മൾ കോട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഷെല്ലിൻ്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം കുറേ അതർ മോർഫോളജിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതായത് റോഡ്, റിങ് ഒക്കെ. അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഷെല്ല് കോട്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ്, നമുക്ക് എന്താ പല ഡിസൈഡ് സ്ട്രക്ചറിലുള്ള കോർഷ്യൽ സ്ട്രക്ചേഴ്സ് കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇറ്റ് പ്രൊവൈഡ് കെമിക്കൽ സ്റ്റെബിലിറ്റി ടു കൊളോയിഡ്സ്, ഇറ്റ് എൻഹാൻസ് ലൂമിനസ് പ്രോപ്പർട്ടി ഓഫ് സബ്സ്റ്റൻസസ്. സം ഡോപ്ഡ് സെമി കണ്ടക്ടർ നാനോ പാർട്ടിക്കിൾസ് ആർ എഫിഷ്യൻറ്റ് ഫ്ലൂറസെൻറ്റ് മെറ്റീരിയൽ. നാനോ ഷെൽസ് ആർ യൂസ്ഡ് ഫോർ ഡ്രഗ് ഡെലിവറി. ഓക്കെ, അതിനൊക്കെ വേണ്ടിയിട്ട് നാനോ ഷെൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻസ് തന്നെ പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ട് സിമ്പിളായിട്ട് കിട്ടുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ്, എന്തായാലും എല്ലാ മെറ്റീരിയലിൻ്റെയും കുറച്ച് ആപ്ലിക്കേഷൻസ് പഠിച്ച് വെക്കണം. ഇതേ ആപ്ലിക്കേഷൻസ് പഠിച്ച് വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് പറഞ്ഞത്, നാനോ റിങ്സ് പറഞ്ഞു. നാനോ റിങ്സ് എന്ന് പറയുന്നത് എന്താണ്, സെൽഫ് കോയിലിംഗ് പ്രോസസ്സ് വഴി റോൾ ചെയ്തിട്ടാണ് നാനോ റിങ്സ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈഡ് ടെമ്പറേച്ചറിൽ ഹൈ ടെമ്പറേച്ചറിലും ഹൈ വാക്വത്തിലും നമുക്ക് എന്ത് ചെയ്യാം, നാനോ റിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നാനോ റോഡ്സ് പറഞ്ഞു, നാനോ ഷെൽസ് പറഞ്ഞു. ഷെൽസിലാണ് കുറച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്ന ഗോൾഡിൻ്റെ സിലിക്കേൻ്റെയൊക്കെ ഇമേജ് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് ഈസ് നമ്മൾ ഫസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് ഈസ് ക്വാണ്ടം കൺഫൈൻമെൻറ്റ്. എന്താണ് ടോപ്പിക്ക്, ക്വാണ്ടം കൺഫൈൻമെൻറ്റ്. ദ ഫിനോമിനൻ ഓഫ് നോൺ സീറോ ലോവസ്റ്റ് എനർജി ആൻഡ് ക്വാണ്ടൈസേഷൻ ഓഫ് അലൗഡ് എനർജി ലെവൽ അറൈസിങ് ഫ്രം ദ കൺഫൈൻമെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് വിത്തിൻ ദി ലിമിറ്റഡ് സ്പേസ്. ക്വാണ്ടം കൺഫൈൻമെൻറ്റിൻ്റെ ഡെഫിനേഷനായിട്ട് പറയുന്നത് എന്താണ്, നോൺ സീറോ ലോവസ്റ്റ് എനർജി ലെവൽ. നോൺ സീറോ അതായത് ഈ ഏറ്റവും E1 എന്തായിരിക്കും, നോൺ സീറോ ആയിരിക്കും. നോൺ സീറോ മിനിമം എനർജി ആൻഡ് ക്വാണ്ടൈസേഷൻ ഓഫ് അലൗഡ് എനർജി ലെവൽ. ക്വാണ്ടൈസേഷൻ ഓഫ് അലൗഡ് എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ക്വാണ്ടായിട്ട്, അതായത് E1, അതായത് E1, E2, E2, E3 അങ്ങനെ നമ്മൾ ഓരോ സെറ്റായിട്ട് പറയില്ലേ, അത് അങ്ങനെയാണ് എന്ത് എനർജി ലെവൽ ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അറൈസിങ് ഫ്രം ദ കൺഫൈൻമെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് വിത്തിൻ എ ലിമിറ്റഡ് സ്പേസ്. ഇലക്ട്രോണിൻ്റെ ഒരു ലിമിറ്റഡ് സ്പേസിലുള്ള കൺഫൈൻമെൻറ്റ് കാരണം എന്താ നോൺ സീറോ ലോവസ്റ്റ് എനർജി ലെവലും അതേപോലെ തന്നെ ക്വാണ്ടൈസേഷൻ ഓഫ് അലൗഡ് എനർജി ലെവലും അറൈസ് ചെയ്യുന്ന ആ ഫിനോമിനയാണ് എന്ത് പറയുന്നത്, ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോൺ സീറോ ലോവസ്റ്റ് എനർജി ലെവൽ ആൻഡ് ദി ക്വാണ്ടൈസേഷൻ ഓഫ് ദി അലൗഡ് എനർജി ലെവൽ. ഓക്കെ, അത് നമ്മൾ എക്സാമ്പിളായി കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ആണ്. പാർട്ടിക്കിൾ ഹാവിങ് വാല്യൂ എനർജി ബിറ്റ്വീൻ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് റെസ്ട്രിക്റ്റഡ് ബിറ്റ്വീൻ എ ലിമിറ്റഡ് ടു സം സ്പെസിഫിക് വാല്യൂസ് ഓൺലി.
ഓക്കെ, എന്താ ഇപ്പോൾ പറഞ്ഞത്, നമ്മൾ പാർട്ടിക്കിൾ ഒരു സ്ഥലത്ത് കൺഫൈൻഡ് ആണെങ്കിൽ അതിന് എന്തായിരിക്കും എനർജി എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതായത് ഇവിടെ റെസ്ട്രിക്ഷൻ എങ്ങനെയാണ് വരുന്നത്, ലോവസ്റ്റ് എനർജി നോൺ സീറോ ആയിരിക്കും, ഹയർ ലെവൽസൊക്കെ എന്തായിരിക്കും ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. ഓക്കെ, നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് വി കൺസിഡർ എ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, അതായത് ഇലക്ട്രോൺ ഈസ് കൺഫൈൻഡ് ഇൻ എ ബോക്സ്. അപ്പോൾ ഇലക്ട്രോണിനെ എങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, എക്സ് ഈക്വൽ ടു 0 എന്നും എക്സ് ഈക്വൽ ടു എല്ലിലേക്ക് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലെ എന്തിനു പറ്റുള്ളൂ, ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, വി ഹാവ് ക്വാണ്ടം എനർജി. ക്വാണ്ടം എനർജീൻ്റെ എക്സ്പ്രഷൻ എന്താ, ഈസ് ഈക്വൽസ് ടു n സ്ക്വയർ h സ്ക്വയർ ബൈ 8m L സ്ക്വയർ. ഇത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഡിറൈവ് ചെയ്ത ടോപ്പിക് ആണ്. ഓക്കെ, 8 ഈസ് ഈക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ ബൈ 8m L സ്ക്വയർ. നോൺ സീറോ മിനിമം എനർജി, അതായത് E1 n ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് അതാണ് മിനിമം എനർജി. E1 ഈസ് ഈക്വൽ ടു h സ്ക്വയർ ബൈ 8m L സ്ക്വയർ. ഫോർ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, അതായത് n ഈസ് ഈക്വൽ ടു 2 ആയി കൊടുക്കുക. n ഈക്വൽ ടു 2 ആകുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ n ഈസ് ഈക്വൽ ടു 2 കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക, 4h സ്ക്വയർ ബൈ 8m L സ്ക്വയർ. അപ്പം h സ്ക്വയർ ബൈ 8m L സ്ക്വയറിന് E1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ E2 ഈസ് ഈക്വൽ ടു 4E1. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, E3 കണ്ടുപിടിക്കുക, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. E3 എങ്ങനെ കിട്ടും നമുക്ക്, E3ക്ക് 9 3 സ്ക്വയറിൽ വരിക, 9h സ്ക്വയർ ബൈ 8m L സ്ക്വയർ. അപ്പോൾ ദാറ്റ് ഈസ് 9E1. അപ്പം പോസിബിൾ എനർജി ലെവൽസ് ഏതൊക്കെയാണ്, E1, 4E1, 9E1, അങ്ങനെയൊക്കെയാണ് എനർജി ലെവൽസ് വരുന്നത്. അപ്പോൾ E1 എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയാണ്, അതാണ് ലോവസ്റ്റ് എനർജി, അതെന്താണ് നോൺ സീറോ ആണ്. അതേപോലെ തന്നെ എനർജി ലെവൽസ് എന്താണ്, ക്വാണ്ടൈസ്ഡ് ആണ്. E1, 4E1, 9E1 അങ്ങനെ ക്വാണ്ടൈസ്ഡ് ആണ് എനർജി ലെവൽ കിട്ടുന്നത്. ദസ് ക്വാണ്ടം കൺഫൈൻമെൻറ്റ് ലെഡ് ടു നോൺ സീറോ ലോവസ്റ്റ് എനർജി ആൻഡ് ക്വാണ്ടൈസ്ഡ് ഹയർ എനർജി വാല്യൂസ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ഡിസ്കസിങ് അബൌട്ട് ക്വാണ്ടം ഷീറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ക്വാണ്ടം ഷീറ്റ്, ക്വാണ്ടം വയർ, ക്വാണ്ടം ഡോട്ട്സ്. ഓക്കെ, 3 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്, ക്വാണ്ടം ഷീറ്റ്സ്, ക്വാണ്ടം വയേഴ്സ് ആൻഡ് ക്വാണ്ടം ഡോട്ട്സ്. ഫസ്റ്റ് ഈസ്, വാട്ട് ഈസ് ക്വാണ്ടം ഷീറ്റ്സ്? ക്വാണ്ടം ഫിലിം ആർ 2-dimensional structure in, ഇതെന്ന് പറയുന്നത് നമ്മൾ 3 ക്വാണ്ടം കൺഫൈൻമെൻറ്റിൻ്റെ ബേസിസിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാണെന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വാണ്ടം ഷീറ്റ്, ക്വാണ്ടം വയേഴ്സ് ആൻഡ് ക്വാണ്ടം ഡോട്ട്സ്. ക്വാണ്ടം ഷീറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ 2-dimensional സ്ട്രക്ചർ ആയിരിക്കും. അതിൽ എന്താ ലെങ്ത്തും വിഡ്ത്തും ഉണ്ടാവും, പക്ഷേ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നാനോമീറ്റർ റേഞ്ചിലായിരിക്കും. ദാറ്റ് ഈസ് ക്വാണ്ടം കൺഫൈൻമെൻറ്റ് ആക്ട്സ് ഓൺലി ഇൻ 1 direction. ഓക്കെ, കൺഫൈൻമെൻറ്റ് തിക്നെസ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതർ കമ്പോണൻറ്റ്, എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും അവിടെ എന്തുണ്ടാവും, ഹാവ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജീൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിൽ മാത്രം കൺഫൈൻമെൻറ്റ്, അതായത് n സ്ക്വയർ h സ്ക്വയർ ബൈ 8m L സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും എന്തുണ്ടാവില്ല, ക്വാണ്ടം കൺഫൈൻമെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്, അതിൻ്റെ ഡെറിവേഷൻ ഒന്ന് പഠിക്കാനുണ്ട്, ജസ്റ്റ് എക്സ്പ്രഷൻ നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ക്വാണ്ടം കൺഫൈൻമെൻറ്റ് ഉള്ള ടേമാണ്. പിന്നെ എക്സിലും വൈയിലും എന്തില്ല, ക്വാണ്ടം കൺഫൈൻമെൻറ്റ് ഇല്ല. where L is the thickness of the film. Okay, next is quantum wire. നമ്മൾ ഷീറ്റ് പറയുമ്പോൾ 2-dimensional ആണ്. ക്വാണ്ടം വയർ ഈസ് 1-dimensional structure. 2 directions have quantum confinement. The only one direction is free for motion with only kinetic energy. അതായത് എന്താണ്, ഒരു വയറിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ റേഡിയസും അതിൻ്റെ ലെങ്ത്ത് മാത്രം എന്താണ്, എന്താ പറയുക, ലാർജ് സ്കെയിലാണ്. ക്വാണ്ടം കൺഫൈൻമെൻറ്റ് നടക്കാത്ത സ്കെയിലിൽ മാത്രമാണ്, ലെങ്ത്ത് സ്കെയിലിൽ മാത്രമാണ്. ഓക്കെ, 1-dimensional സ്ട്രക്ചറാണ് അത്. ക്വാണ്ടം കൺഫൈൻമെൻറ്റ് ഓൺലി ഇൻ 1 direction. ക്വാണ്ടം 2 directions have quantum confinement and 1 direction is free motion with kinetic energy. അതായത് ഈ KX KY എന്നുള്ള ടേം ഒരു ടേമേ ഉണ്ടാവുള്ളൂ, ബാക്കി 2 ടേം എന്താണ്, ക്വാണ്ടം കൺഫൈൻമെൻറ്റ് ആക്കുന്ന ടേമാണ്. ഓക്കെ, ഈ നാനോ സർക്യൂട്ട്സിൽ 2 കമ്പോണൻറ്റ് തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ നാനോ ക്വാണ്ടം വയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, it has applications in electronics, photo electronics, micro electromechanical system, etc. Okay,
നെക്സ്റ്റ് ഈസ് ക്വാണ്ടം ഡോട്ട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ 3 പറഞ്ഞു, പിന്നെ 2 ഡയമെൻഷൻ പറഞ്ഞു. അപ്പോൾ ഇതെന്തായിരിക്കും? ദിസ് ഡയമെൻഷൻസ് അത് 0 ഡയമെൻഷണൽ സ്ട്രക്ചർ ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ കൺഫൈൻഡ് ഓൾ 3 ഡയമെൻഷൻ. എല്ലാ ഡയമെൻഷനിലും ഇലക്ട്രോൺസ് എന്താണ്? കൺഫൈൻ ചെയ്തിരിക്കുകയാണ്. എനർജി സ്റ്റേറ്റ്സ് ആർ ക്വാണ്ടൈസ്ഡ് ഇൻ ഓൾ ഡയറക്ഷൻ. 3 ഡയറക്ഷനിലും എനർജി സ്റ്റേറ്റ് എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. ഈ ക്വാണ്ടം ഡോട്ട്സ് ആർ യൂഷ്വലി ഫോംഡ് ബൈ ഡെഫിനിറ്റ് നമ്പർ ഓഫ് ആറ്റംസ്. പക്ഷേ ഈ ക്വാണ്ടം ഡോട്ട്സ് എന്ന പേര് സെമി കണ്ടക്ടർ നാനോ പാർട്ടിക്കിൾസിന് മാത്രമാണ് പറയുന്നത്. അതർ സബ്സ്റ്റൻസ് നാനോ പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഇതിനെ നാനോ ക്രിസ്റ്റൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ക്വാണ്ടം കൺഫൈൻമെൻറ്റ് പറഞ്ഞു, അതിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ, അതായത് ക്വാണ്ടം ഡോട്ട്സ്, ക്വാണ്ടം ഷീറ്റ്സ് ആൻഡ് ക്വാണ്ടം വയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫുള്ളറി. നിങ്ങൾ ഈ ടേം നിങ്ങൾ +2 കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു നാനോ പാർട്ടിക്കിളിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞപ്പോൾ ഫുള്ളറീനെ പറ്റി പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഈസ് ഫുള്ളറി. Fullerene is an allotrope of carbon whose molecule consists of carbon atoms connected by single or double bond are rolled up to tubes or spheres. അതായത് കാർബണിൻ്റെ ഒരു അല്ലോട്രോപ്പാണ്. എന്താ ചെയ്യുന്നത്? മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് കാർബൺ ആറ്റം കണക്റ്റഡ് ബൈ സിംഗിൾ ഓർ ഡബിൾ ബോണ്ട്. കാർബൺ ആറ്റത്തിനെ സിംഗിൾ ഓർ ഡബിൾ ബോണ്ട് വെച്ച് കണക്ട് ചെയ്തിട്ട് അത് ഒന്നില്ലെങ്കിൽ സ്ഫിയറായിട്ടോ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? ട്യൂബായിട്ടോ റോൾ ചെയ്തിട്ട് എന്നാണ് എന്ത് പറയുന്നത്? ഫുള്ളറി എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇതെന്താ ചെയ്യുന്നത്? ഇവിടെ ഫസ്റ്റത്തെ ഫിഗറിൽ നോക്കുക, കാർബൺ ആറ്റത്തിന് എന്താ ചെയ്യുന്നത്? ബോളായിട്ടാണ്, ദാറ്റ് ഈസ് ബക്കി ബോൾസ്. അതേപോലെ തന്നെ നമുക്ക് കാണാം ഇതുണ്ട് ഈ ഫുള്ളറിൻ മൂവ് ചെയ്യുന്ന ഫുള്ളറിൻ ഗ്രീൻ കളറിൽ. അതുപോലെ തന്നെ കാർബൺ നാനോ ട്യൂബ്സ്, അതായത് റോൾ ചെയ്യുക ചെയ്തത്. അപ്പോൾ ഷീറ്റ് റോൾ ചെയ്തിട്ട് നമുക്ക് എന്ത്? കാർബൺ നാനോ ട്യൂബ്സും കിട്ടും. അപ്പോൾ ഫുള്ളറിൻ എക്സാമ്പിൾസ് ഒക്കെയാണ് ബക്കി ബോൾസ്, കാർബൺ നാനോ ട്യൂബ്സ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഫുള്ളറിന് എക്സാമ്പിളാണ്. ഓക്കെ, ഒരു ഇമേജ് കണ്ടില്ലേ? ഇറ്റ് ഇൻക്ലൂഡ്സ് കാർബൺ നാനോ ട്യൂബ്സ്. ഇറ്റ് ഹാസ് ലാർജ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് അട്രാക്റ്റീവ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ഫുള്ളറിൻ്റെ ഒരു ഫാമിലിക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ലാർജ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് അട്രാക്റ്റീവ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി 60 കാർബൺ ആറ്റംസ് ഉള്ള നമ്മൾ സ്ഫിയർ കാണിച്ചത്, ദാറ്റ് ദേ ആർ കോൾഡ് ബക്കി ബോൾസ്. അതായത് ബക്മിനിസ്റ്റർ ഫുള്ളറിൻസ് എന്ന് പറഞ്ഞ ആളത് കണ്ടുപിടിച്ച. സോ ഇറ്റ് ഈസ് നോൺ ആസ് ബക്കി ബോൾസ്. ഒരു സോക്കർ ബോളിൻ്റെ ഷേപ്പിലാണ് ബക്മിനിസ്റ്റർ ഫുള്ളർ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റിൻ്റെ നെയിമിന് ഇതാക്കിയിട്ടാണ് ആ പേര് വന്നത്, ബക്മിനിസ്റ്റർ ഫുള്ളറൻസ്. ഓക്കെ, ഈ ഫുള്ളറിൻ്റെ എന്താണ് നാനോ ടെക്നോളജി ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയത് ആരാണ്? ഈ ഒരു ഫുള്ളറിനാണ്. ഓക്കെ, അതായത് അവർക്ക് ഈ ഫുള്ളറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച അവർക്ക് 1996 നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുണ്ട്. നാനോ ടെക്നോളജീൻ്റെ ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ ആണ് എന്ത്? ഫുള്ളറിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിലൊന്നാണ് എന്ത്? കാർബൺ നാനോ ട്യൂബ്സ്. കാർബൺ നാനോ ട്യൂബ്സ് വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഫുൾ നാനോ മെറ്റീരിയൽസ്. ഷീറ്റ് ഓഫ് കാർബൺ ആറ്റംസ് ആർ കർവ്ഡ് ഇൻ ടു സിലിണ്ടറിക്കൽ ക്യാപ്ഡ് അറ്റ് ദി വൺ എൻഡ് ആൻഡ് ഫോം. ഓക്കെ, അപ്പോൾ എന്താ? ബക്കി ബോൾ സ്ട്രെച്ച് ചെയ്താൽ എങ്ങനെയാണ് ഉണ്ടാവുക? അതാണ് കാർബൺ നാനോ ട്യൂബ്. അതായത് കാർബൺ നാനോ മെറ്റീരിയലിൻ്റെ ഷീറ്റിനെ റോൾ ചെയ്തിട്ട് ഒരു എൻഡ് ക്യാപ്പ് ചെയ്ത് കിടക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപ്ഡ് ആയിരിക്കും. ഇറ്റ് മേ ബി മെയ്ഡ് ഓഫ് ജെർമേനിയം, സിലിക്കൺ, ആർസനൈഡ്, ടിൻ ഓക്സൈഡ് എക്സെട്ര. ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഫ്രം സിലിക്കൺ, ജെർമേനിയം, ആർസനൈഡ്, ടിൻ ഓക്സൈഡ് എക്സെട്ര. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഹൈ സ്ട്രെങ്ത് ആയിരിക്കും, ഹൈ വെയ്റ്റ് ആൻഡ് ഡെൻസിറ്റി, റെഗുലർ സ്ട്രക്ചർ. ഈ ഒരു ഇതിൻ്റെ ആപ്ലിക്കേഷൻസും പറയുന്നുണ്ട്. അപ്പോൾ സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത് ഒരു സ്റ്റീലിനേക്കാളും 100 ടൈംസ് സ്ട്രോങ്ങർ ആയിരിക്കും. സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ് ഈസ് 100 ടൈംസ് സ്ട്രോങ്ങർ ദാൻ സ്റ്റീൽ. ബീങ് ഹോളോ, ഐഡിയൽ ഫോർ ഗ്യാസ് സ്റ്റോറേജ്. അതിൻ്റെ സെൻറ്റർ പാർട്ട് എന്ന് പറയുന്നത് ഹോളോ ആണ്. അതുകൊണ്ട് തന്നെ അതിന് എന്തിനു വേണ്ടി യൂസ് ചെയ്യും? ഗ്യാസ് സ്റ്റോറേജിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രോങ് എഗെയിൻസ്റ്റ് ക്രാക്ക് ആൻഡ് ഡാമേജ്. ലോ കോസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് സോളാർ പാനൽസ് ക്യാൻ ബി ഫാബ്രിക്കേറ്റഡ് ഫ്രം കാർബൺ നാനോ ട്യൂബ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നൗ നെക്സ്റ്റ് ടോപ്പിക് നാനോ കോമ്പോസിറ്റ്സ്. ഓക്കെ, ഇതിൽ വീഡിയോ ലെങ്തി ആയി പോകുന്നുണ്ട്. ഓക്കെ, വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.
ഇതിൻ്റെ കൂടെ തന്നെ 2 വീഡിയോ ആയിട്ട് ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോ ആദ്യം കേൾക്കുക, എന്നിട്ട് രണ്ടാമത്തെ വീഡിയോ കേൾക്കുക. ചാപ്റ്റർ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്? നാനോ പാർട്ടിക്കിൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നാനോ റിങ്, നാനോ റോഡ്, നാനോ നാനോ ഷെൽസ്. പിന്നെ നമ്മൾ ക്വാണ്ടം കൺഫൈൻമെൻറ്റ് ഡിസ്കസ് ചെയ്തു. ക്വാണ്ടം കൺഫൈൻമെൻറ്റിൽ ക്വാണ്ടം വയേഴ്സ്, ക്വാണ്ടം ഡോട്ട്സ്, ക്വാണ്ടം ഷീറ്റ്സ്. പിന്നെ ഫുള്ളറിൻ ഡിസ്കസ് ചെയ്തു. ഫുള്ളറിനിൽ ബക്കി ബോൾസ് ആൻഡ് കാർബൺ നാനോ ട്യൂബ്സ്. Okay, nano composites we can discuss in the next class.